പവർ ഓഫ് വേർഡ്സ്. വാക്കുകൾക്ക് ശക്തിയുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭയങ്കര ശക്തിയുണ്ട്. ചെറിയ ശക്തിയൊന്നുമല്ല, ഭയങ്കര ശക്തിയുണ്ട്. അതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് എനിക്ക് 2 വേർഷനുണ്ട്, കല്യാണത്തിന് മുന്നേയും കല്യാണത്തിന് ശേഷവും. കല്യാണത്തിന് മുന്നേ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരു ഓഫീസിലോ എവിടെയെങ്കിലും ചെന്നൊരു കാര്യം ചെയ്യാനോ നടത്താനോ ഒക്കെ നല്ല പ്രാപ്തി ഉണ്ടെന്ന് കോൺഫിഡൻസ് ഉള്ള ധൈര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷം കൊറോണ ടൈമിൽ ഒരു വീടിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ വന്ന കുറച്ച് കുഴപ്പങ്ങൾ എൻ്റെ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ പുതുപ്പെണ്ണാണല്ലോ, അപ്പോൾ നമ്മളെ കാണാനായിട്ട് കുറേ ആൾക്കാർ വരും, അവരുടെ കമൻസ് ഉണ്ടാവും. ഇത്ര നോക്കി നടന്നിട്ട് ഇതിനാണോ കിട്ടിയത്? എനിക്ക് ഭയങ്കരമായിട്ടും അന്ന് എന്നെ ഹേർട്ട് ചെയ്ത, എന്നെ ചിന്തിപ്പിച്ച് ഇതെന്താ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തോന്നിപ്പിച്ച ആദ്യത്തെ കമൻ്റായിരുന്നു അത്. ഫിസിക്കലി ഞാൻ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്, ഞാൻ ബിടെക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനൊരു IT ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്നോടുള്ള മതിപ്പ് ഈ രീതിയിലൊക്കെ ആയിരുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങൾ സ്വയം നോക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് എന്നോടുള്ള മതിപ്പ്. പക്ഷെ ഈ രീതിയിൽ എനിക്ക് ആ ഒരു കമൻറ്റ് കേട്ടപ്പോഴാണ് എനിക്ക് ഈ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കാനായിട്ട് ഓട്ടോമാറ്റിക്കലി എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ ഞാൻ കുറേ കമൻറ്റുകൾ, എൻ്റെ മുടിക്ക് പ്രശ്നമായിരുന്നു പലർക്കും. എൻ്റെ കളറായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു കുറവെന്നുള്ള രീതിയിൽ ഞാൻ കേട്ട ഒരു കാര്യമായിരുന്നു എൻ്റെ കളറ്. പിന്നെ എൻ്റെ ഫ്രണ്ടിലത്തെ പല്ലിലൊരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പ്. അങ്ങനെ അങ്ങോട്ട് കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് റിപ്പീറ്റായിട്ട് ഒരേ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. ഹസ്ബൻഡൊന്നും അല്ല കേട്ടോ, ചുറ്റുമുള്ള കുറച്ച് ആൾക്കാർ. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ഞാൻ ആരോടും പ്രതികരിച്ചിട്ടില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. പിന്നെയായിട്ട് ഇപ്പോൾ ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കടയിൽ പോയിട്ട് ഒരു കാര്യം മേടിക്കാവോ എന്ന് ഹസ്ബൻഡ് ചോദിച്ചാൽ പോലും എനിക്ക് ഇറങ്ങാൻ മടിയായിരുന്നു. കാരണം എനിക്ക് എന്തോ കുറവുകളാണെന്നൊരു ബോധ്യം എൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ നിറഞ്ഞു. പക്ഷെ അതങ്ങനെയൊക്കെ നിറഞ്ഞെങ്കിലും ഒരു ലെവലിൽ എനിക്ക് എവിടെയൊക്കെയോ ഒരു കുറച്ച് കോട്ടങ്ങളൊക്കെ അന്ന് വരുത്തിയിരുന്നെങ്കിലും പിന്നെ ഈ വാക്കുകളുടെ ശക്തി ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഈ വാക്കുകളാണ് കുറേ ഞാൻ അവിടുന്ന് കേട്ടിട്ട് എൻ്റെ തലയിലേക്ക് എടുത്തു വെച്ച ഈ വാക്കുകളാണ് എന്നെ ഈ രീതിയിൽ ഡൗൺ ആക്കി. അപ്പം ഞാൻ എന്നെ അപ്പാക്കാനും എനിക്ക് കുറച്ച് എനർജി കിട്ടാനും എനിക്കൊരു പോസിറ്റിവിറ്റിയൊക്കെ എൻ്റെ ഉള്ളിൽ തോന്നാനൊക്കെ ഈ വാക്കുകൾ തന്നെ ഉപയോഗിച്ചുകൂടെ എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. കാരണം നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ബോധ്യം ഉണ്ടാവണം, ഇതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ അഫർമേഷൻസിനെ കൂടുതലായിട്ട് ആശ്രയിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ വാക്കുകൾ കൊണ്ട് ഞാൻ എന്നെ തന്നെ റീപ്രോഗ്രാം ചെയ്തു. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഈ കൊള്ളില്ല എന്ന് പറഞ്ഞ ആ ഒരു കാര്യം എന്നെ കുറേ രീതിയിൽ എന്നെ കാണാൻ കൊള്ളില്ല, എനിക്കൊരു സൗന്ദര്യമില്ല എന്ന രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഹേർട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു അത്. അപ്പം അതിന് ഞാൻ ഈ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് എൻ്റെ കണ്ണിൽ നോക്കി ഞാനിങ്ങനെ കുറേ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചത് മുഴുവനും നല്ല കാര്യങ്ങളായിരുന്നു. അതെനിക്ക് വീണ്ടും അറ്റ്ലീസ്റ്റ് ഈ ക്യാമറയുടെ മുമ്പിൽ നിന്നെങ്കിലും സംസാരിക്കാൻ ഒരു സെൽഫ് കോൺഫിഡൻസ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാനത് ബിൽഡ് ചെയ്തുകൊണ്ട് വന്നതാണ്, അതെൻ്റെ വാക്കുകൾ കൊണ്ടാണ്. അപ്പോൾ ഈ അഫർമേഷൻസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഡൗട്ട് ഉണ്ടാകും, ഇതുകൊണ്ടൊക്കെ ഒരു ഉപകാരം ഉണ്ടാകുന്നു. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് 100% പറയുന്നു, ഈ അഫർമേഷനുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നമ്മൾ പോസിറ്റീവായിട്ട്, അഫർമേഷൻ എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും. നെഗറ്റീവായിട്ട് പറഞ്ഞാലും പ്രതിഫലിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും നല്ലതല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അതാണ് ഈ അഫർമേഷൻസുകൾ ഞാൻ കൂട്ടുപിടിക്കാനായിട്ടുള്ളൊരു മെയിൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുകൊണ്ടൊക്കെ എല്ലാത്തിനും നമുക്ക് ഡൗട്ടുകളാണ്. ഞാനിങ്ങനെ ഒരു ജേർണിയിൽ ഞാൻ വന്നപ്പോഴും എൻ്റെ ചുറ്റുമുള്ള കുറേ ആൾക്കാരിലും ഒക്കെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, നമുക്കെല്ലാം കേൾക്കുമ്പോൾ ഇത് സത്യമാണോ, ഇത് വർക്കാകുമോ, നമുക്ക് ആദ്യം വരുന്ന ഒരു കാര്യം, നമുക്കിങ്ങനെ കുറേ സംശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ അഫർമേഷൻസ് ട്രൈ ചെയ്യുന്നവർ, ഇപ്പോൾ നമ്മൾ ഒരുപാട് യൂട്യൂബിൽ വീഡിയോസും ഒക്കെ ഉണ്ട്, രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കേൾക്കൂ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കേൾക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ അഫർമേഷൻസും കാര്യങ്ങളുള്ള വീഡിയോസ് ഒരുപാട് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട്
നമുക്കൊന്നും ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല, ഇതും കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നമുക്ക് ആദ്യമൊന്നും തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ സത്യമാണ് എന്ന് പറയാനായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അഫർമേഷൻസിനെ കുറിച്ചുള്ള ഡൗട്ടുള്ളവരും അതിനൊരു ഡൗട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ അറിയാം, ഈ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഈ നമ്മളുടെ സംസാരം കൊണ്ടും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ സംസാരം കൊണ്ടും ഒക്കെ നമുക്ക് വന്നേക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഡൗട്ടുള്ളവർ ആ ഡൗട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അഫർമേഷൻസ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനായിട്ട് സഹായിക്കും. നിങ്ങൾക്ക് ഇൻഫർമേഷൻ എൻ്റെ ഈ എക്സ്പീരിയൻസിലൂടെ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനി കൂടുതൽ അഫർമേഷൻസുകൾ ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ടാക്കി കുറേ അഫർമേഷൻസുകളും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.